ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷ അങ്ങനെ ദേ മുറിയിൽ കയറി വാതിലടച്ചിട്ട് നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുവാ കേട്ടോ. അപ്പോൾ അനിരുദ്ധിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ ഫോട്ടോ വലിച്ചെറിഞ്ഞങ്ങ് കൊടുത്തു. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധി ഇങ്ങനെ നോക്കുക, പ്രതീക്ഷനെ നോക്കുന്നു. അപ്പോൾ ഇവനെന്താ പറയുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരു ഇതിലിരിക്കുന്നു. അപ്പോൾ ഇത്തരം ചീപ്പ് തന്ത്രങ്ങളെ ഇനിയും എന്നോട് പ്രയോഗിക്കരുതെന്ന് പ്രതീക്ഷ അനിരുദ്ധിനോട് പറഞ്ഞിട്ട്, ഇതൊക്കെ കണ്ടാൽ എൻ്റെ മനസ്സ് മാറുമെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇതെൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിച്ചു. അനിരുദ്ധിനാണ് ഒന്നും പറയാനില്ല, ഇങ്ങനെ ചമ്മ ഇങ്ങനെ നിൽക്കുക. ഞാൻ ജയിലിലായത് നിങ്ങളൊക്കെ ഒരു സൗകര്യമായിട്ട് കരുതിയല്ലേ എന്ന് പ്രതീക്ഷ ചോദിക്കുന്നു. കിട്ടിയ സമയം കൊണ്ട് സ്വരമോളെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റിയെടുക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പം, പ്രതീക്ഷ നീ എന്തീ പറയുന്നേ, മനഃപൂർവ്വം ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനിരുദ്ധ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ, അവളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്കും എല്ലാം അറിയാവുന്നതല്ലേ ചോദിച്ചു. അപ്പം ഞാനും ഒന്നും മറന്നിട്ടില്ലെന്ന് പ്രതീക്ഷയും പറഞ്ഞു. എനിക്കും അവൾ മാത്രമേ ഉള്ളൂ, അതെന്താ നിങ്ങൾ മറന്നു പോകുന്നത്? നിങ്ങൾക്ക് ഓർത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ട് എന്നെ ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എന്നും പ്രതീക്ഷ പറഞ്ഞു. ഞാൻ സ്വരമോളെ തിരിച്ചു ചോദിച്ചാലോ എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ എന്നെ ജാമ്യത്തിലിറക്കാൻ ശ്രമിക്കാതിരുന്നത്? പഴയതൊന്നും മറന്നു പോകുന്ന ആളൊന്നും അല്ല ഞാൻ തിരിച്ചു വന്നത് എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ, സ്വരമോള് അച്ഛനമ്മമാരായി കണ്ട് സ്നേഹിക്കുന്നത് ഞങ്ങളെയാ. അനനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അനിരുദ്ധ് പറഞ്ഞപ്പം, എനിക്കും അത് പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. സ്വരമോൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കുമെന്ന് നമ്മുടെ പ്രതീക്ഷ അനിരുദ്ധിനോട് പറഞ്ഞു. ഓർമ്മയിൽ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷ അവിടെ നിന്ന് പോയി. അനിരുദ്ധ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂജയാണ്. അങ്ങനെ പൂജയോട് നമ്മുടെ അനന്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അവിടെ ഇരുന്ന്. എൻ്റെ കാര്യങ്ങളിൽ എന്തിനാ അവരൊക്കെ ഇത്ര അറിയാവുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണെന്നൊക്കെ പൂജ ഇരുന്ന് ചിന്തിക്കുന്നു. അതിൻ്റെ ആവശ്യം അവർക്കുണ്ടോ? അപ്പം ഞാനിവിടെ ഒരു അധികപ്പറ്റായിട്ട് തന്നെയാണല്ലേ അവരൊക്കെ കാണുന്നത് എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ പൂജ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ വട്ട് കയറിയിരിക്കുന്ന പൂജ പിന്നെ നമ്മുടെ രഞ്ജിത പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ മോളോട് ഇപ്പം എൻ്റെ മോളോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്നൊക്കെ അഭിനയിക്കുന്നതാണ്, അവർക്കാർക്കും നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല, നീ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പറ്റാകും, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ രഞ്ജിത ആൻറ്റി പറഞ്ഞതുപോലെ എത്രയൊക്കെ അമ്മ എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ഒരു ഔട്ട്സൈഡർ തന്നെയാണെന്ന് പൂജ തിരിച്ചറിഞ്ഞിങ്ങനെ നിൽക്കുന്നു. രോഹിത്തിൻ്റെ മകൾക്ക് ശ്രീനിലയത്തിൽ നാളെ ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് പൂജ തീർത്തു പറയുന്നു. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ അനന്യേച്ചിയുടെ വിചാരം ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നതാണ്. ഇക്കാര്യം ഉടൻ തന്നെ അമ്മയോട് പറയണമെന്നും നമ്മുടെ പൂജ തീരുമാനിക്കുന്നു. അങ്ങനെ പൂജ ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ സുമിത്ര ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുന്നു. ആ സമയത്താണ് അപ്പുവിനെ കാണുന്നത്. അപ്പോൾ അപ്പുവിനെ കണ്ടപ്പോൾ, ആ മോനെ അപ്പു നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാ, അപ്പച്ചി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അപ്പുവിൻ്റെ കൂടെ നമ്മുടെ സുമിത്ര കയറി അങ്ങ് വീട്ടിലോട്ട് പോരുക. ഈ സമയത്ത് പൂജയും അതുപോലെ പങ്കജും കടൽ തീരത്ത് പോയി നിന്ന് ഭയങ്കര അടിച്ചുപൊളി. പങ്കജാണെങ്കിൽ പൂജയെ കൈ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുക. പൂജയാണെങ്കിലോ പങ്കജുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന സമയങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്വപ്നലോകത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു. അങ്ങനെ അന്ന് അവർ രണ്ടുപേരും ആ പാർട്ടിയിൽ നിന്നത്, അതുപോലെ വീണ് കണ്ണിൽ നോക്കിയത്, അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ. എന്നിട്ട് ഇങ്ങനെ പങ്കജിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. പങ്കജ് വന്ന് വിളിച്ചിട്ടൊന്നും പൂജ ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നില്ല, സ്വപ്നലോകത്ത് തന്നെയാ. ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാനാണോ ബീച്ചിലേക്ക് വന്നത് എന്ന് പങ്കജ് ചോദിക്കണം. അപ്പോഴും പൂജ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. എന്താടോ എന്ന് ചോദിച്ചു. എൻ്റെ ലൈഫ് തൻ്റെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്ത് തീർത്താലോ എന്ന് ആലോചിച്ചതാ, താനെന്താ പറയുന്നത് എന്ന് പൂജ ചോദിച്ചപ്പോൾ പങ്കജ് ഞെട്ടി. പങ്കജ് ഇങ്ങനെ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പം എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് പങ്കജിന് ഭയങ്കര സന്തോഷം. എടോ താൻ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ തൻ്റെ കൂടെ ഞാനും ഉണ്ടായാൽ നന്നായിരിക്കും എന്ന്. ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പങ്കജ് അവിടെ കിടന്ന് തുള്ളിച്ചാടുക, ഭയങ്കര സ്നേഹം. പിന്നെ ഓടി കടലിനകത്തേക്ക് ചെന്ന് കയറുവാണ്. പിന്നെ അവിടുന്ന് തിരിച്ച് ഓടി വരുന്നു. അങ്ങനെ സന്തോഷം കൊണ്ട് നമ്മുടെ പങ്കജ് തുള്ളിച്ചാടുക. ഇതൊന്ന് കേൾക്കാനേ ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയാണെന്ന് അറിയാമോ എന്ന് പങ്കജ്. പൂജ എനിക്കിത് വിശ്വസിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം 100% വിശ്വസിക്കാമെന്നും പൂജ പങ്കജിനോട് പറയുന്നു. പിന്നെ രണ്ടുപേരും കൂടെ കുറേ നേരം ഇങ്ങനെ കണ്ണിലൊക്കെ നോക്കി നിന്ന് പ്രണയമൊക്കെ ആയി. അങ്ങനെ ഇപ്പം തന്നെ എനിക്കിത് വീട്ടിൽ അറിയിക്കണമെന്നും മമ്മി ഇത് അറിയുമ്പോൾ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു പങ്കജ് ഇങ്ങനെ ധൃതി കൂട്ടുമ്പോൾ, എന്താ പങ്കജ് എന്തിനാ ഇത്രയ്ക്ക് സന്തോഷമെന്ന് ചോദിച്ചു പൂജ. പിന്നീട് ഇതൊക്കെ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോൾ, തനിക്ക് അറിയില്ല പൂജ, ദേ ഈ നിൽക്കുന്ന തിരകളെ സാക്ഷിയാക്കി ഞാൻ പറയാം,
ഇതിനേക്കാളും വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് തുള്ളിച്ചാടുന്നു. താൻ എൻ്റെ ലൈഫ് പാർട്ട്ണറായി വരുന്നതിനേക്കാളും വലിയൊരു ഭാഗ്യവും എനിക്കിനി കിട്ടാനില്ല. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ പങ്കജ് പറയണം. ഇത്രയ്ക്കൊക്കെ എന്നെ പുകഴ്ത്തണോ എന്ന് പൂജ ചോദിച്ചപ്പോൾ താൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കൈ ചേർത്ത് പിടിച്ച് പങ്കജ് ഓടുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പുവും സുമിത്രയും തമ്മിൽ സംസാരിക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം സുമിത്രയോട് അപ്പു പറഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെ അപ്പച്ചി എന്ന് പറഞ്ഞു. പൂജയ്ക്ക് രഞ്ജിതയോട് നേരത്തെ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും പിന്നെ ഇപ്പോഴത്തെ അടുപ്പത്തിന് കാരണം എന്താണെന്ന് നമ്മുടെ സുമിത്ര അപ്പുവിനോട് ചോദിച്ചു. പൂജ അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിൽ പോലും രഞ്ജിതയ്ക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പൂജ ഇപ്പോൾ വല്ലാണ്ടങ്ങ് മാറി അപ്പച്ചി. അവരോടും അതുപോലെ തന്നെ ആ പങ്കജിനോടും വലിയ കാര്യമാണ്. പ്രതീക്ഷയുടെ ജാമ്യത്തിലിറക്കിയതിൻ്റെ പിന്നിൽ പൂജയുടെ നിർബന്ധം കൂടി ഉണ്ടാകുമെന്നും അപ്പു പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആകാനും സാധ്യതയില്ലേ അപ്പച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ പൂജ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്ര അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അന്ന് ജയിലിൽ ഞാൻ പ്രതീക്ഷനെ കാണാൻ പോയ സമയത്ത് രഞ്ജിതയും അവിടെ വന്നിരുന്നു. എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയതെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര ഇങ്ങനെ അപ്പുവിനോട് പറയുക. അപ്പം തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശം അവർക്കുണ്ട്, അതെനിക്ക് ഉറപ്പാണ് അപ്പച്ചിയെന്ന് അപ്പുവും പറഞ്ഞു. അല്ലെങ്കിൽ അവർ പൂജയുമായിട്ട് ഇത്രത്തോളം അടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ സുമിത്ര അപ്പുവിനോട് പറയാം. അവളുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്നും നമ്മുടെ സുമിത്ര പറയുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പൂജയുടെ കാര്യത്തിൽ രോഹിത് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ടെന്നും അതെനിക്ക് ചെയ്തേ പറ്റൂ എന്നും നമ്മുടെ സുമിത്ര പറയാം. അത് മാത്രമേ നടക്കുകയുള്ളൂ എന്നും. എന്തായാലും കാലങ്ങൾക്ക് ശേഷം ആ ഒരു തീരുമാനത്തിൽ അങ്ങനെ നമ്മുടെ സുമിത്ര നിൽക്കുമ്പോൾ പങ്കജും പൂജയും കൂടെ തുള്ളിച്ചാടി ദേ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോഴും കണ്ണിലുള്ള ആ നോട്ടമൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുമെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് പൂജയും കൂട്ടി വീട്ടിലേക്ക് വരിക. അപ്പോൾ പൂജ ചോദിച്ചു, അപ്പോൾ പങ്കജിന് സന്തോഷം ഇല്ലേന്ന്. അത് കേട്ടപ്പോൾ താൻ എന്താ ഈ പറയുന്നത്? എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പൂജ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുക. എന്നിട്ട് അവിടെ നിന്ന് മമ്മി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. പൂജ വാ എന്നും പറഞ്ഞ് പൂജയും വിളിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പം മമ്മി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്, എന്താ മോളെ എന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോൾ മമ്മി വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? മമ്മി ഇതിനേക്കാളും വലിയൊരു സന്തോഷവും സമ്മാനവും അമ്മയ്ക്ക് നൽകാൻ എൻ്റെ കയ്യിൽ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് സമ്മാനം എവിടെയെന്ന് ചോദിച്ചു അരവിന്ദൻ. അപ്പം പൂജ തന്നെയാണ് എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. പൂജ സമ്മാനോ? നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോൾ മമ്മി ഈ നിൽക്കുന്ന പഴയ പൂജയൊന്നും അല്ല, മമ്മയുടെ മരുമകൾ പൂജയാണെന്ന് പറഞ്ഞപ്പോഴേക്കും രഞ്ജിത് ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ പൂജ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനതെ മമ്മി വിവാഹത്തിന് പൂജ സമ്മതിച്ചു എന്ന് പറയുമ്പോഴേക്കും അയ്യോ ആണോ മോളെ എന്ന് പറഞ്ഞോടി ചെന്ന് പിന്നെ പൂജ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പം മോള് സത്യം പറഞ്ഞതാണോ അത് രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കാൻ വല്ലതും പറയുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രഞ്ജിത. എനിക്കിത് വിശ്വസിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ 100% വിശ്വസിക്കാമെന്ന് പങ്കജ്. അതുപോലെ അന്നേരം അത് കേട്ട് അരവിന്ദനും കിടന്ന് തുള്ളിച്ചാടുന്നു. പിന്നെ അവരുടെ ജീവിതത്തിലെല്ലാം വന്നടിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിത പൂജക്കരികിലേക്ക് ചെന്നു. അങ്ങനെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞൊരു അമ്മയെ പോലെ നമ്മുടെ പൂജയുടെ മുന്നിൽ അഭിനയിച്ചങ്ങ് തകർക്കുവാണ്. അപ്പോൾ ഇതിലും നീ എനിക്ക് തന്നതുപോലെ ഒരു സമ്മാനം ഇതിലും വലുതായിട്ട് എനിക്ക് തരാൻ പറ്റില്ല. ഇതാണ് എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമെന്നും പറഞ്ഞു പങ്കജനോടൊക്കെ അമ്മ പറയണം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പൂജ പുകഴ്ത്തി ആകാശത്തെത്തിച്ചു. വാ രണ്ടുപേരും വാ എന്ന് പറഞ്ഞു രണ്ടുപേരെയും പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് കൊളുത്തി എന്നിട്ട് പ്രാർത്ഥിച്ചു. ആരതി ഒഴിഞ്ഞ് എല്ലാവരെയും ഭയങ്കര സന്തോഷിപ്പിച്ചിങ്ങനെ നിർത്തിയിരിക്കും. അപ്പോഴേക്ക് അരവിന്ദൻ അവിടെ നിന്ന് പറയും, എന്നാൽ ഈ രഞ്ജു മഹാസംഭവം തന്നെ, രഞ്ജുവിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞ അപാരം തന്നെ, ഇനി പൂജ മോൾക്കൊരിക്കലും ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരവിന്ദൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു. എന്തായാലും പൂജാമുറിയിലെത്തി അവരവരുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആക്കുവാണ്. പാവം പൂജ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നു. ആരതി ഒഴിയൽ, ഇവരുടെ സ്നേഹപ്രകടനം, പങ്കജിൻ്റെ ഇഷ്ടം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പോൾ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം. അപ്പോൾ ഉടനെ തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പൂജ പറഞ്ഞു. പങ്കജിനെ എനിക്ക് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ സമ്മതവുമാണെന്ന് പൂജ പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഇവർക്ക്. പങ്കജിനെ അല്ലാതെ മറ്റാരെയും ഭർത്താവായി കാണാൻ എനിക്കിനി സാധിക്കില്ല എന്ന് നമ്മുടെ പൂജ അന്നേരം പറഞ്ഞു. അയ്യോ പങ്കജിൻ്റെ സന്തോഷം കാണണം. അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കണ്ടീഷനാണെന്ന് ചോദിച്ചു ഇവർ. മോൾ എന്തായാലും അത് പറഞ്ഞോ, മോൾ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ആൻറ്റി നടത്തി തരുമെന്നും രഞ്ജിത പൂജയോട് പറയാം.
വിവാഹം എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും വിവാഹം നടക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യങ്ങളും പറയുന്നു നമ്മുടെ പൂജ. അപ്പം അതിനിപ്പോൾ എന്താ തടസ്സമെന്ന് ചോദിച്ച നേരം പങ്കജ്, എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കും, ആരും നമ്മുടെ വിവാഹത്തിന് ഒരു തടസ്സവും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പം എൻ്റെ സുമിത്രാമ്മ തന്നെയാന്ന് പറഞ്ഞു പൂജ. അപ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം, എന്ത് പറ്റിയെന്ന് ചോദിച്ചു നമ്മുടെ പങ്കജ. അപ്പം അമ്മയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഈ വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുന്ന പൂജയോട്, അല്ല അപ്പം സുമിത്ര സമ്മതിച്ചില്ലെങ്കിലോ? അപ്പം സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല എന്ന് നമ്മുടെ പൂജ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ ഇവരുടെ മുഖമൊന്നും വല്ലാതെയായേ. അമ്മ സമ്മതിക്കുന്നത് വരെ പങ്കജ് കാത്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ പൂജ. അത് കേട്ടപ്പോൾ മുഖമൊന്ന് മാറിയെങ്കിലും അതാണോ കാര്യം? സുമിത്ര ആൻറ്റി സമ്മതിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കാം എന്ന് പങ്കജ് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ശ്രീനിലയത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മുടെ പൂജ. എൻ്റെ അമ്മയുടെ മനസ്സ് അതൊട്ടും ശാന്തമല്ലെന്ന് പറഞ്ഞപ്പം സുമിത്ര ആൻറ്റിയോട് ഞാൻ തന്നെ സംസാരിക്കാമെന്ന് പങ്കജ് പറഞ്ഞപ്പം, അത് വേണ്ട പങ്കജ്, അമ്മയുടെ സമ്മതം അത് ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്നുള്ള കാര്യം നമ്മുടെ പൂജ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി. അതുവരെ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കണമെന്നും പൂജ പറഞ്ഞു. എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ രഞ്ജിത. അപ്പോൾ ഇതെൻ്റെ അപേക്ഷയാണെന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ പറയുമ്പോൾ, രഞ്ജിതയോട് പറയുമ്പോൾ, മോളെ നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരു മരുമകളെ കിട്ടുക എന്നുള്ളത് ഒരപൂർവ ഭാഗ്യം തന്നെയാണ്. സുമിത്രയോട് നിനക്കുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അത് മനസ്സിലാവുകയും ചെയ്തതാ. അതുകൊണ്ട് എല്ലാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നടത്തിയാൽ മതിയെന്നും പറഞ്ഞ് സുമിത്രയെ നീ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞു. അതിനുശേഷം മാത്രമേ ഞങ്ങൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കൂ, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പോൾ പൂജ ദേ നോക്ക്, എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് പങ്കജ് കൊണ്ടുപോയി വിടുവാണ്. പൂജ ഈ സന്തോഷം എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ, അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ദേഷ്യമുണ്ടോ ആൻറ്റിക്കെന്ന് ചോദിച്ചപ്പം ഒരിക്കലും ഇല്ല, നിന്നോടുള്ള ഇഷ്ടം അതെനിക്ക് കൂടിയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു നേരത്തേക്ക് രഞ്ജിത പൂജ. എന്നിട്ട് പൂജയെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ യാത്ര അയക്കുക. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോണു. അങ്ങനെ അവർ പോണു. അവർ പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിതയും അതുപോലെ തന്നെ അരവിന്ദനും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവരങ്ങ് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം, രഞ്ജു ഈ കല്യാണത്തിന് സുമിത്ര സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നണുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, സുമിത്രയെ സമ്മതിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പൂജ തന്നെ അങ്ങ് ഏറ്റെടുത്തില്ലേ എന്ന് ചോദിച്ചു. പൂജ തന്നെ സുമിത്രയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആയെന്ന് വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ആശാത്തി. എന്നിട്ട് ഭയങ്കര സ്വപ്നം കാണലാട്ടോ, ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമിത്രയാണേ. സുമിത്ര ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുക, പലതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് സുമിത്ര ഇങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് പൂജ വീട്ടിലേക്കും റൂമിലേക്കൊക്കെ കയറി വരുന്നത്. അപ്പോൾ സുമിത്ര അവിടെ തന്നെ ഇരിപ്പുണ്ട്. പൂജ വരുന്നു, വെള്ളം എടുത്ത് കുടിക്കുന്നു, അങ്ങനെ ആ ഒരു ഇത്. അപ്പോൾ സുമിത്ര അവിടെ ഇരിക്കുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ പൂജയുടെ മുറിയിലേക്ക് കയറി വന്ന് ഇരിക്കുന്ന സുമിത്ര, പൂജയാണെങ്കിൽ സുമിത്രയിട്ട് കാണുന്നുമില്ല, വരുന്നു, വെള്ളം എടുത്ത് കുടിക്കുന്നു, അങ്ങനെയൊക്കെ ഇത്. അങ്ങനെ സുമിത്ര ഭയങ്കര കലിപ്പിൽ അങ്ങനെ ഇരിക്കുക അവിടെ. അപ്പോൾ ഇനി അമ്മയും മോളും തമ്മിലുള്ള വാഗ്വാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലേക്ക് വേറൊരാളും കൂടെ വരാനിരിക്കുകയാണ്, നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇനിയുള്ള ക്ലൈമാക്സ് എപ്പിസോഡുകൾ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.